ദൈവത്തിൻ്റെ അത്യുന്നതമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ സുപ്രധാനമായ ഒരു പഠന പരമ്പരയുടെ 26-ാമത്തെ അധ്യായത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. 26-ാമത്തെ അവതരണം. നമ്മുടെ പഠന വിഷയം റോമർക്കെതിരെ ലേഖനം. പുതിയ നിയമത്തിലെ വളരെയധികം സുപ്രധാനമായ ഒരു ദൈവ പൈതൽ, ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരും, ദൈവത്തിൻ്റെ സത്യം അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട ഒരു പരിശുദ്ധ ലേഖനം, റോമർക്കെതിരെ ലേഖനം. അതിൻ്റെ 1-ാം അധ്യായത്തിലാണ് നമ്മളായിരിക്കുന്നത്. 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പുറജാതികളുടെ സമൂഹത്തോട് സംസാരിക്കുകയാണ്, മനുഷ്യവർഗത്തോട് ഇടപെടുകയാണ്. തുടർന്ന് 2-ാം അധ്യായത്തിൽ എത്തുമ്പോൾ യഹൂദന്മാർ എന്ന പ്രത്യേക ജനത്തോട് പൗലോസ് വേറിട്ട് ഇടപെടും. 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 32 വരെയുള്ള വേദഭാഗങ്ങൾ പുറജാതികൾ ലോകം ഒരു കോടതി മുറിയിൽ എന്ന പോലെ പൗലോസ് അവർക്ക് നേരെ വിരൽ ചൂണ്ടി നിൽക്കുകയാണ്. അവർക്കെതിരെ കുറ്റാരോപണങ്ങൾ നിരത്തുകയാണ്. അവർ പ്രതിഷേധിക്കുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്. പൗലോസ് പക്ഷേ വ്യക്തമായി തെളിവുകൾ ഒന്നൊന്നായി നിരത്തുകയാണ്. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ക്രോധം അവരുടെ മേൽ പ്രവഹിക്കുന്നത്? ഇത്തരത്തിൽ അധംപതിച്ചൊരു ജീവിത നിലവാരത്തിലേക്ക് അവർ വീണത് ദൈവത്തിൻ്റെ ക്രോധം കൊണ്ടാണ്, ക്രോധവും ശിക്ഷാവിധിയാണെന്ന് പൗലോസ് നിരത്തുമ്പോൾ പലരും പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. പൗലോസ് വ്യക്തമായി ദൈവികമായ കാരണങ്ങൾ നിരത്തി. ദൈവം അവരെ കൈവിട്ടു. 3 തവണ ആവർത്തിച്ചു ആ പ്രയോഗം. കൈവിട്ടത് സാധാരണ രീതിയിലുള്ള അവസ്ഥയിലേക്കല്ല, അവമാനങ്ങളിലേക്ക്. അവരിൽ തന്നെതായ അവരുടെ തീരുമാനത്തിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്ന വിധത്തിൽ 24-ാമത്തെ വാക്യത്തിൽ അവരുടെ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിന് ദൈവം ഏൽപ്പിച്ചു. 26-ാമത്തെ വാക്യത്തിൽ അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമായ തരത്തിൽ ഇടപെടുന്ന തരത്തിൽ ദൈവരെ കൈവിട്ടു. ദൈവം കൈവിട്ടതിൻ്റെ ലക്ഷണങ്ങളാണ്, സൂചനകളാണ്, തെളിവുകളാണ് സമൂഹത്തിലെ ഈ തരം താഴ്ന്ന ജീവിത രീതി. വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. കഴിഞ്ഞ പാഠങ്ങളിൽ നമ്മൾ കണ്ടത് സ്വവർഗരീതിയെക്കുറിച്ചാണ്. ആണുമായിട്ടും പെണ്ണുമായിട്ടും, അതായത് സ്ത്രീയുമായിട്ടും പുരുഷനുമായിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന തരത്തിൽ തരം താഴ്ന്നു. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും നാശകരമായ ദുരന്തമാണത്. ദൈവത്തിൻ്റെ പദ്ധതിയെ തകിടം മറിക്കുന്ന അവലക്ഷണമായ പ്രവൃത്തിയാണെന്ന് വളരെയധികം ശക്തമായ ഭാഷയിൽ തന്നെ നമ്മൾ ആ വിഷയങ്ങൾ അവതരിപ്പിച്ചു. നമ്മുടെ ചുറ്റും ഇങ്ങനെയുള്ളവർ എല്ലാ രാജ്യങ്ങളിലുമുണ്ട്, എല്ലാ പട്ടണങ്ങളിലുമുണ്ട്. കുട്ടികളുടെ ഇടയിലും സ്ത്രീകളുടെ ഇടയിലും എല്ലായിടത്തുമുണ്ട്. ഇങ്ങനെയുള്ളൊരവസ്ഥ ലോകത്തിൽ പരന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ സമൂഹമായി അവർ മാറിക്കൊണ്ടിരിക്കുന്നു. അവരെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ ഈ തരത്തിലുള്ള അധംപതിച്ച ജീവിത രീതിയിൽ കിടക്കുന്നതിനെ കാണുമ്പോൾ നാം സന്തോഷിക്കുകയാണോ വേണ്ടത്? സൊദോം ഗൊമോറ, സോതോമിയ പാപമെന്നറിയപ്പെടുന്ന ഈ അവസ്ഥ, സോതോമിലേക്ക് തീ ഇറക്കി ഗന്ധകവും തീയും വർഷിപ്പിച്ച് ദൈവം നശിപ്പിക്കാനായിട്ട് ദൈവത്തിൻ്റെ തീരുമാനം അബ്രഹാമിനെ അറിയിക്കുമ്പോൾ അബ്രഹാം സന്തോഷിച്ചില്ല. അബ്രഹാം അവർക്കിടെ നിലവിളിക്കുകയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം. നമ്മുടെ സമീപനം അതായിരിക്കണം. ഇങ്ങനെയുള്ളവരെക്കുറിച്ച് ഓർത്ത് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. നമ്മുടെ ചുറ്റും പരിസരത്തും പലരിലും ഇങ്ങനെയുള്ള സ്വഭാവമുള്ളവരാ നമുക്കറിയില്ല. ഇപ്പോൾ ഈ അബ്രഹാമിനെ പോലെയുള്ള സ്നേഹത്തോടുള്ള കരുതൽ ഇപ്രകാരമുള്ള ഈ സ്വഭാവത്തിൽ അടിമപ്പെട്ടു പോയവരുടെ മേലുണ്ടാകണം. ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ കരുതലുണ്ടാകണം. എല്ലാ പാപികളോടും ഈ കരുതൽ നമുക്ക് ആവശ്യമാണ്. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനെ എഴുതുമ്പോൾ 2 തിമോത്തിയോസ് 2-ാം ലേഖനം 2-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ, കർത്താവിൻ്റെ ദാസൻ ശണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്രയിരിക്കേണ്ടത്. വിരോധികൾക്ക് ദൈവം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകിയാൽ അവർ സുബോധം പ്രാപിച്ച് അവൻ്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള പാപത്തിൽ അകപ്പെട്ടവർ പിശാചിൻ്റെ പിടിയിൽ അകപ്പെട്ട് കിടക്കുകയാണ്, സുബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സൗമ്യതയോടെ ഇടപെടണം. അവർ എന്തെങ്കിലും ഒരിക്കൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുമ്പോൾ ഒരു പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും നാം തയ്യാറാകണം. ഇപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ ആരും അറിയാതെ ഈ തരത്തിലുള്ളൊരു ദുസ്വഭാവത്തിൽ അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, സ്വർഗ അനുരാഗം, സ്വർഗരതിയിലേക്ക്, സ്വർഗ ലൈംഗിക ബന്ധത്തിലേക്ക് ചായുന്നൊരു സ്വഭാവം നിങ്ങളിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിവുണ്ടാകില്ല ഇത് പാപമാണെന്ന്. ചിലർക്ക് നന്നായിട്ട് അറിയാം ഇത് ദൈവവചന വിരുദ്ധമാണ് എന്ന്. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് അറിയാൻ കഴിയാത്തവരുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിരിക്കാം, ഈ സ്വഭാവമുള്ളവർ തന്നെ പറഞ്ഞിരിക്കുക, ദൈവം നമ്മളെ ഈ വിധത്തിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്, ഇത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല. മറ്റൊരു മനുഷ്യനിൽ ഇപ്രകാരമുള്ള താല്പര്യം എത്രത്തോളം ഉണ്ട് എന്ന് പുറമേ നിന്ന് ആർക്കും നോക്കിയാൽ കാണാൻ പറ്റില്ല.
എല്ലാ മനുഷ്യരിലും അവരുടെ ആ ഒരു തുലനാവസ്ഥ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഈ ഒരു താല്പര്യം എല്ലാ മനുഷ്യരിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പുരുഷനും സ്ത്രീയിലും. എത്രത്തോളം അവരുടെ ജീനിൽ അല്ലെങ്കിൽ അവരുടെ തന്മാത്രകളിൽ എത്രത്തോളം ഇതുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അത് പഠിച്ചെടുത്ത സ്വഭാവമാണോ, സാഹചര്യങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതാണോ, വളർത്തു ദോഷത്തിൻ്റെ ഫലമായിട്ടാണോ നമുക്കറിയില്ല. അപ്പോൾ പുറമേ നമുക്ക് ഒരിക്കലും വിധിക്കാൻ അവകാശമില്ല, കാരണം നമുക്കൊന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പോടെ പറയാൻ കഴിയും, ദൈവത്തിൻ്റെ സഹായത്താൽ ഇപ്രകാരമുള്ള തരം താഴ്ന്ന അധംപതിച്ച ജീവിതത്തിൽ വീണുപോയിട്ടുള്ളവർക്കും ദൈവത്തിൻ്റെ സഹായത്താൽ രക്ഷ പ്രാപിക്കാൻ കഴിയും. ദൈവം ആരെയും ഈ വിധത്തിൽ സൃഷ്ടിച്ചിട്ടില്ല. ഇതിലെ സൃഷ്ടിയുടെ പിഴവല്ല ഇത്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ പശ്ചാത്തലത്തെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തു. കൊരിന്ത്യർക്ക് 1 ലേഖനം 6 അധ്യായത്തിൻ്റെ 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയാലേ നിങ്ങൾ അറിയുന്നില്ലയോ. എന്നിട്ട് അവിടെ പറയുന്നത്, നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ഇത് നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ മറക്കരുത്. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, ഇതൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ടക്കാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. ഇപ്പോൾ കൊരിന്ത് പട്ടണത്തിൻ്റെ നടുവിൽ ഈ സ്വർഗാനുരാഗത്തിൽ അകപ്പെട്ട അനവധിയുണ്ട്. കാരണം ആ പട്ടണം യവന തത്വന്മാരുടെ പട്ടണമാണ്. യവന തത്വന്മാരിൽ പലരും ഈ തരത്തിലുള്ള രതി വൈകൃതമുള്ളവരാണ്, സ്വർഗാനുരാഗികളാണ്. നമ്മൾ കണ്ട് റോമൻ ചക്രവർത്തിമാരിൽ 15-ൽ 14 ഈ സ്വഭാവമുള്ളവരാണ്. അന്നത്തെ കാലത്ത് ഇത് സർവ്വവ്യാപകമായിരുന്നു. കൊരിന്ത് പട്ടണത്തിലും അനേകരുണ്ടായിരുന്നു ഈ സ്വഭാവത്തിൽ. അവരിൽ ചിലരാണ് ഇന്ന് കർത്താവിൻ്റെ സഭയിലേക്ക് കടന്നു വന്ന് അവർക്ക് ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം വരാൻ സാധിച്ചു. എങ്ങനെ? അവിടെ പറയും, നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു പഴയകാലം. എങ്കിലും, ഇംഗ്ലീഷിൽ എല്ലാ വാക്കുകളും മുമ്പിലായി എങ്കിലും കാണാം. എങ്കിലും നിങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ഒരു കഴുകലും ശുദ്ധീകരണം നീതീകരണം ആവശ്യമാണ്. ഈ പാപ സ്വഭാവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയും എന്ന് വ്യക്തമാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ തന്നെ 1 കൊരിന്ത്യർ 10 അധ്യായത്തിലെ 13 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിച്ചതുപോലെ, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ദൈവത്തിൽ ആശ്രയിക്കണം നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ബലത്തിന് വേണ്ടി. മനഃശാസ്ത്രൻ്റെ കയ്യിലോ ഡോക്ടറുടെ കയ്യിലോ കൂട്ടുകാരുടെ കയ്യിലോ അല്ല ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ബലം ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ കൈകളിലാണ്. ദൈവത്തിൽ ആശ്രയിക്കണം. അപ്പോൾ ഈ തരത്തിലുള്ള സ്വർഗാനുരാഗത്തിലേക്കോ സ്വർഗരതിയിലേക്കോ വീണുപോയിട്ടുള്ളവർ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത് പുറത്ത് കിടക്കണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ പാപമായിട്ട് തന്നെ കാണണം. നമ്മളൊരു വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് പ്രധാനമാണ്. പാപത്തെ പാപമായി നോക്കിക്കാണണം. ഈ തരത്തിലുള്ള ദുസ്വഭാവത്തെ രോഗമായിട്ട് കാണരുത്. രോഗമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ് ആ വ്യക്തിയുടെ മനസ്സിൽ. പാപത്തെ പാപമായിട്ട് കാണണം. ബൈബിൾ എപ്രകാരമാണോ ഈ വിഷയത്തെ വിലയിരുത്തിയിരിക്കുന്നത് ആ രീതിയിൽ തന്നെ ഈ വിഷയത്തെ നമ്മൾ സമീപിക്കണം. അതുമാത്രമാണ് നമുക്ക് പ്രത്യാശ തരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു സ്വർഗാനുരാഗത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ വ്യക്തിയെ സഹായിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം അവന് പ്രത്യാശ കൊടുക്കുകയാണ്. അവർ പറയണം, ദൈവം അതിനെ പ്രകാരം നിനക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്, നിനക്കിത് പുറത്ത് കിടക്കാൻ കഴിയും. പക്ഷേ നീ മനഃപൂർവ്വമായി മാനസാന്തരപ്പെടണം. മനഃപൂർവ്വമായി മാനസാന്തരപ്പെട്ട് മനം തിരിഞ്ഞ് ദൈവത്തോട് നീ മാപ്പപേക്ഷിച്ച് അനുദപിച്ച് തിരിച്ചു വന്ന ദൈവം നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കും. പിന്നെ അങ്ങനെ സാഹചര്യത്തിൽ വിട്ടു നിൽക്കണം. അങ്ങനെയുള്ള താല്പര്യമുള്ള സമീപിക്കുകൾ ശക്തമായി എതിർക്കണം. ദൈവത്തിൻ്റെ വലിയ ഉറപ്പ് ആ വ്യക്തിയുടെ മേലുണ്ടാകും. അവൻ മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നാൽ ദൈവം എന്നെ സഹായിക്കും തിരിച്ചു വരാൻ. എബ്രായ ലേഖനം 2-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് നമ്മുടെ മഹാപുരുഷനെ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എബ്രായ 2:18, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. കർത്താവ് യേശു പരീക്ഷ നേരിടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനാണ്. കർത്താവ് ഇന്ന് നമ്മൾ സഹായിപ്പാൻ കൂടെയുണ്ട്. ഇത് എളുപ്പമാണോ? ഇതിൽ നിന്നൊക്കെ പുറത്ത് കിടക്കാൻ ഒരിക്കലും എളുപ്പമല്ല. വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന സ്വഭാവമാകാം. അതിലൊരു സംതൃപ്തി സന്തോഷം അനുഭവിക്കുന്നവരാകാം. ഒരു പുരുഷൻ പക്ഷേ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചാൽ അവർക്ക് വേണ്ടിയുള്ള കടമകൾ നിറവേറ്റാനുള്ള ബലഹീനത ഉണ്ടായെന്ന് വരാം. മനസ്സതിനു വേണ്ടി ഒരുക്കപ്പെട്ട് കാണില്ല. എളുപ്പമല്ല ഇന്ന് പുറത്ത് കിടക്കാൻ ഒരു സ്ത്രീകളെ സംബന്ധിച്ച്. അതുകൊണ്ട് അനേക സ്ത്രീകൾ വിവാഹം കഴിക്കാതെ മാറി നിൽക്കും. അല്ലെങ്കിൽ പുരുഷൻ വിവാഹത്തെ വെറുക്കും. ഈ സ്വഭാവത്തിൽ അടിമപ്പെട്ടവർ ദൈവസേവകർ പുനഃസ്ഥാപിക്കപ്പെട്ടാൽ, മനസാന്തരപ്പെട്ട് നേരെ വന്നാൽ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അവരെ മനസ്സിലാക്കുന്ന പങ്കാളികളെ കണ്ടെത്താൻ കഴിയും.
പക്ഷെ മറച്ചു വെക്കരുത്, കാര്യങ്ങൾ തുറന്നു പറയണം. എന്നിട്ട് വേണം വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ. ഇത് പുറത്ത് കിടക്കുള്ള എളുപ്പമുള്ള കാര്യമല്ല. കാരണം അത്രമാത്രം ചിലപ്പോൾ വേര് പിടിച്ചിരിക്കാം. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ദൈവികമായിട്ട് ഭയമുള്ള, ദൈവത്തെ സ്നേഹിക്കുന്ന, വിശ്വസിക്കുന്ന, നമ്മളെ സഹായിക്കാൻ കഴിയുന്ന, ഇതിനെക്കുറിച്ച് ആത്മീകമായ പരിജ്ഞാനമുള്ളവരുമായി ബന്ധപ്പെടുക. രഹസ്യ സ്വഭാവം സൂക്ഷിക്കാൻ കഴിവുള്ള വിശ്വസ്തരായിട്ടുള്ള ഉപദേഷ്ടാക്കന്മാരുമായിട്ട് ബന്ധപ്പെടുക. അവരോട് കാര്യങ്ങൾ പറയുക, അവരോടൊപ്പം പ്രാർത്ഥിക്കുക. അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു കാര്യം ഓർക്കുക, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും ഇത് ആവശ്യമാണ്. മത്തായി 19:26 ക്രിസ്തു ഇപ്രകാരം പറയുകയുണ്ടായി, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സാധ്യം. മാനുഷികമായി അസാധ്യമെന്ന് തോന്നുന്ന പല വിഷയങ്ങളും ദൈവത്തിന് സാധ്യമാണ്. എല്ലാം പൂർണ്ണമായിട്ട് ഒരുപക്ഷെ പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും നമുക്ക് സഹിപ്പാൻ കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ അനുവദിക്കില്ല. പരീക്ഷയോടുകൂടി പോക്കുവഴി ദൈവമുണ്ടാക്കും. ഫിലിപ്പ് ലേഖനം 4:13 പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ദൈവം നമ്മളെ ശക്തരാക്കും. നാം നേരിടേണ്ടി വരുന്ന എല്ലാ അവസ്ഥകളും നേരിടുവാൻ നമുക്ക് ബലം തരും. നമ്മൾ തകർന്നു പോകാൻ അനുവദിക്കില്ല. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഈ വാക്കുകൾ എഴുതുമ്പോൾ തൻ്റെ കണ്ണിൽ ഒരു വേദനയുണ്ടാകാം, കണ്ണുനീര് ഒഴുകുന്നുണ്ടാകാം. താൻ തെർത്തോസിനോട് ഇത് പറഞ്ഞു കൊടുക്കും. കാരണം പൗലോസ് പറഞ്ഞു കൊടുത്ത് എഴുപ്പിക്കുകയാണ്. എന്നാൽ പൗലോസ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത് തകർന്നടിഞ്ഞൊരു ലോകത്തെക്കുറിച്ചാണ്, ഭ്രാന്ത് പിടിച്ചൊരു ലോകത്തെക്കുറിച്ചാണ്, കീഴ്മേൽ മറിഞ്ഞൊരു ലോകത്തെക്കുറിച്ചാണ്. കാരണം അവിടെ എന്താ സംഭവിച്ചത്? ബാലിശ്യമായ അനുമാനങ്ങളാലും ചിന്താഗതികളാലും ഊഹങ്ങളാലും സ്വാർത്ഥ താല്പര്യങ്ങളാലും ദൈവത്തെ തള്ളിക്കളഞ്ഞ ഒരു സമൂഹം, ദൈവത്തെ സമൂഹത്തിൽ തള്ളിക്കളഞ്ഞു. അവർക്ക് ഏറ്റവും വേണ്ടത് ദൈവമാണ്. ആ ദൈവത്തെ അവർ പുറന്തള്ളിക്കളഞ്ഞു. എവിടെയും ആശയക്കുഴപ്പം മാത്രം. മൃഗങ്ങൾ ആരാധിക്കപ്പെടുന്നു, മൃഗങ്ങൾ ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് കയറി വന്നിരിക്കുന്നു. പുരുഷൻ സ്ത്രീയായിരിക്കുന്നു, സ്ത്രീ പുരുഷനായി മാറുന്നു. അവരുടെ പെരുമാറ്റം അങ്ങനെയായിരിക്കുന്നു. തെറ്റ് ശരിയായി കാണപ്പെടുന്നു, ശരി തെറ്റായി വ്യാഖ്യാനിക്കുന്നു. പ്രകൃതിയെ പ്രകൃതി വിരുദ്ധമാക്കുന്നു. സ്വഭാവ വിരുദ്ധമായ കാര്യങ്ങളിലേക്ക് മനുഷ്യർ ഇടപെടുന്നു. സൃഷ്ടാവ് തള്ളിക്കളയപ്പെടുന്നു. സൃഷ്ടി ആശയക്കുഴപ്പത്തിലാണ്. ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ് പൗലോസ് അപ്പോസ്തലൻ ഇത് പറയുന്നത്, തെർത്തോസിന് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ലോകത്തിൻ്റെ അവസ്ഥ അത്രമാത്രം പരിതാപകരമാണ്. അതോടൊപ്പം ഒരു താക്കീത് കൂടെ നമുക്കിതിനകത്ത് കേൾക്കാം. ഒരുപക്ഷെ നാം ഇത് വായിക്കുന്ന പഠിക്കുന്ന പലരും ഈ തരത്തിലുള്ള പാപസ്വഭാവത്തിൻ്റെ അധംപതിച്ച അവസ്ഥയിലേക്ക് വീണുപോയവരായിരിക്കില്ല. ദുർനടപ്പിൻ്റെയും സ്വർഗരീതിയുടെയും ഇങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് തരം താഴ്ന്ന ജീവിത രീതി ഉള്ളവരായിരിക്കില്ല. നമ്മൾ വിചാരിക്കും ഇതൊന്നും എന്നെ ബാധിക്കില്ല, എന്നെ ഇത് ബാധിക്കുന്ന വിഷയങ്ങളെയല്ല, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനൊരു പാപം എനിക്കില്ല. അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം. കാരണം 2-ാമത്തെ 1-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ യഹൂദന്മാരോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഈ വിധത്തിലാണ് ആരംഭിച്ചത്. അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ, നിനക്ക് പ്രതിവാദം പറവാനില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്ന നീ തന്നെ അത് പ്രവർത്തിക്കുന്നുവല്ലോ. ഇപ്പം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ഞാനിങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു കുഴപ്പമൊന്നുമില്ല, ഞാൻ സ്വർഗ്ഗാനുരാഗിയല്ല എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് പൗലോസ് വളരെ സൂക്ഷിച്ച മുന്നറിയിപ്പുകൾ നൽകുകയാണ്. ഒരുപക്ഷെ നാം ഈ വിധത്തിലുള്ള തെറ്റുകൾ, ദുർനടപ്പിൻ്റെ സ്വഭാവം നമുക്കുണ്ടായിരിക്കില്ല, സ്വർഗ്ഗാനുരാഗിയായിരിക്കില്ല. പക്ഷേ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ ഗിരിപ്രഭാഷണ മധ്യത്തിൽ കർത്താവ് പറഞ്ഞതുപോലെ എന്താ അവിടെ കർത്താവ് പറഞ്ഞത്? ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. നമുക്ക് ധൈര്യമായി പറയാൻ പറ്റും, ഞാൻ മറ്റുള്ളവരെ മോഹിക്കും. പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ, മറ്റുള്ളവരെ കണ്ട് എനിക്ക് മോഹമുണ്ടാകുന്ന തരത്തിൽ ഞാൻ ഇന്നുവരെ ആരെയും നോക്കിയിട്ടില്ല. ഒരു വിഷയത്തിൽ മാത്രം നമുക്ക് ധൈര്യമായി പറയാൻ പറ്റുമോ? ശരിയാണ്, സ്വർഗ്ഗാനുരാഗത്തിലേക്ക് ഞാൻ പോയിട്ടില്ല, ആ പാപം ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഒരു പാപവും ചെയ്തിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? മറക്കരുത്, പാപം തന്നെയാണ്. അത് ചെറുതായാലും വലുതായാലും നാം എല്ലാവരും പാപികളാണ്. ദൈവവചനത്തിൻ്റെ സാക്ഷ്യമാണ് റോമർ 3:23, 6:23. എല്ലാവരും ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, വഴിതെറ്റിയവരാണ്, മരണത്തിന് മാത്രം അർഹരാണ്. ഇപ്പോൾ ഈ വേദഭാഗം റോമലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-32 വരെ പൗലോസ് പുറജാതി ലോകത്തോട് അവരുടെ പാപത്തെ കാണിച്ചു കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയുടെയും കരുണയുടെയും ആവശ്യം നിങ്ങൾക്ക് എത്രയുണ്ട്. കാരണം നിങ്ങൾ കഴുകിയാൽ കറ പോകില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഈ തകർച്ചയെ നിങ്ങൾക്ക് സ്വയം അള്ളിപ്പിടിച്ച് കയറാൻ പറ്റും. നിങ്ങൾ ചെളിയിലാണ്, ചവിട്ടുന്നതിന് താഴോട്ട് പോകുമെന്നല്ല, അത് മുകളിലോട്ട് കയറാൻ പറ്റില്ല. ദൈവത്തിൻ്റെ കൃപയും കരുണയും നിങ്ങൾക്ക് വളരെയധികം ആവശ്യമാണ്. നിങ്ങൾ പാപികളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത് ദൈവത്തിൻ്റെ കൃപയാണ്. അത് വളരെ ആവശ്യമാണ്.
അപ്പോൾ ഈ വേദഭാഗം പഠിക്കുന്ന കേൾക്കുന്ന നമ്മെ സംബന്ധിച്ച് നമ്മൾ ഇതിനകം തന്നെ പല കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞു. ഭയാനകമായിട്ടുള്ള തള്ളിക്കളയിൽ ദൈവത്തെ തള്ളിക്കളഞ്ഞത് അതിൻ്റേതായ പ്രതിഫലനം എന്തായിരുന്നു, അതുകൊണ്ടൊന്ന് നാശം എന്താണ്. പക്ഷെ കഥ അവിടെ അവസാനിക്കുന്നില്ല. തുടർന്നുള്ള വേദഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും ഇതിൽ അനുഗ്രഹീതമായൊരു പരിഹാരമാർഗ്ഗം അവതരിപ്പിക്കും. 3-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ കർത്താവ് യേശുവിൻ്റെ രക്തം ഇതിനൊരു പരിഹാരവും ദൈവം തരുന്നുണ്ട്. ഇതിൻ്റെ ഭയാനകമായ അവസ്ഥ കാണിച്ചു തരുന്നതോടൊപ്പം ഇതിൻ്റെ പരിഹാരവും ദൈവം പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ കഥ അവസാനിച്ചിട്ടില്ല. ആദ്യം നമ്മൾ പാപത്തിൻ്റെ ഭയാനക അവസ്ഥ കാണണം. നാം കിടക്കുന്ന ഈ ഭയപ്പെടുത്തുന്ന അവസ്ഥ ആദ്യം തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പാപം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഇന്നുവരെ കർത്താവിനോട് യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടിട്ടില്ല എങ്കിൽ, ഒരു വീണ്ടും ജന്മം പ്രാപിച്ചിട്ടില്ലെങ്കിൽ നാം പാപികൾ തന്നെയാണ്. ഇതൊക്കെ വായിച്ചത് കൊണ്ടോ പഠിച്ചത് കൊണ്ടോ ഒന്നും കാര്യമായില്ല. നമ്മുടെ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണമെങ്കിൽ കർത്താവ് യേശുവിൻ്റെ കൽപ്പന അനുസരിക്കണം. പെന്തക്കോസ്ത് നാളിൽ എന്നപോലെ നമ്മൾ ചോദിക്കണം, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പാപിയാണെന്ന് ബോധ്യപ്പെട്ടു. പാപം തന്നെയാണ്. ഞാൻ ഈ വിധത്തിലുള്ള വലിയ പാപമില്ല, ചെറിയ പാപമൊന്നുമില്ല. പാപം തന്നെയാണ്. ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ, എൻ്റെ മോഹം, എൻ്റെ അനുസരണക്കേട്, എൻ്റെ അതിക്രമം, എൻ്റെ മത്സരം, ദൈവത്തെ തള്ളിക്കളഞ്ഞ പല അവസ്ഥകൾ, ഇത് പാപം തന്നെയാണ്. ക്രിസ്തുവിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അവൻ്റെ സുവിശേഷം അനുസരിച്ച്, ക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിച്ച് കർത്താവ് യേശുവിൻ്റെ മരണമടക്കം ഉയർപ്പോട് ചേരുവാൻ സ്നാനം സ്വീകരിച്ച് വീണ്ടും ജനം പ്രാപിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ദാനമായി ലഭിക്കും. അതുമാത്രമാണ് പരിഹാരമാർഗം. തുടർന്ന് 28 മുതൽ 30 വേദഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് ലോകത്തിൻ്റെ സ്ഥിതി അവതരിപ്പിക്കുകയാണ്. പൗലോസിൻ്റെ ഈ കുറ്റാരോപണം, ഈ അധ്യായത്തിലെ കുറ്റാരോപണം, പുറജാതികൾ ലോകത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പൗലോസ് വിരൽ ചൂണ്ടി സംസാരിക്കുമ്പോൾ ഒരു പ്രതിക്കൂട്ടി നിർത്തിയിരിക്കുകയാണ് പൗലോസ്. ഒരു പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ പൗലോസ് കൃത്യമായ കാരണവും തെളിവും കൊടുക്കും. പൗലോസ് വളരെ വലിയ ലിസ്റ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ്. വചനത്തിൽ ഇപ്രകാരം ഒരു പട്ടിക വേറെയില്ല. ഏകദേശം 21ഓളം പാപങ്ങളുണ്ട് ഇവിടെ. പൗലോസ് അവതരിപ്പിച്ച 28 മുതലുള്ള വാക്യങ്ങളിൽ, റോമലേഖനം 1-ാം അധ്യായം അതിൻ്റെ 28 മുതൽ 32 വേദഭാഗത്തിൽ പൗലോസ് അവതരിപ്പിച്ചത്, അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കപടം, ദുശ്ശീലം എന്നിവ തിങ്ങിയവർ, കുരുളക്കാർ, ഏഷ്ണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ പട്ടിക അവതരിപ്പിക്കുകയാണ്. 28-ാം വാക്യം നിർണായകമായ പ്രസ്താവനയാണ്. നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലൂടെ വായിക്കട്ടെ. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം. മനുഷ്യൻ്റെ ഭാഗത്തുള്ള ഈ പ്രവർത്തികൾ കൊണ്ടാണ് ദൈവം കൈവിട്ടത്. ദൈവമല്ല ആദ്യം കൈവിട്ടത്, മനുഷ്യനാണ് ഇങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ചത്. ഇങ്ങനെ തീരുമാനമെടുത്ത് എന്ത് തീരുമാനം? എനിക്ക് ദൈവത്തെ വേണ്ട, ദൈവത്തെക്കുറിച്ച് എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്ത ചെയ്യുവാൻ നികൃഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ചു. വളരെ നിർണായകമൊരു പ്രസ്താവനയാണ്. നമ്മളിന്നായിരിക്കുന്ന ലോകത്തിൻ്റെ ഏറ്റവും വലിയ ചിത്രമാണ്. നശിച്ചുകൊണ്ടിരിക്കുന്ന, അതമ്പതിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഈ വേദഭാഗങ്ങൾ. നമ്മുടെ ചുറ്റും നടക്കുന്നതാണ് ഈ നിർണായക പ്രസ്താവനയെ കാണുന്നത്. ഒരു വ്യക്തമായ തെളിവുകൾ നിരത്തുകയാണ്. എന്തുകൊണ്ടാണ് ഇരുട്ടിൽ നമ്മൾ താണുപോയത്? മനുഷ്യവർഗം എന്തുകൊണ്ടാണ് ഇരുട്ടിൽ അതമ്പതിച്ചത്? സകല ലൈംഗിക അതിക്രമങ്ങളും ദുർനടപ്പുകളും സ്വവർഗരതികളും തുടങ്ങി നിറഞ്ഞിരിക്കുന്ന സമൂഹം. പോലീസ് വ്യക്തമായ ഒരു വലിയ പട്ടിക അവതരിപ്പിച്ചു. ദൈവം തള്ളിക്കളഞ്ഞതിൻ്റെ ഭവിഷ്യത്താണ് ഈ അനുഭവിക്കുന്നത്. സമൂഹം ഈ തരത്തിൽ തരം താഴ്ന്നത് ദൈവത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് ദൈവം അവരെ തള്ളിക്കളഞ്ഞു. ദൈവമാണ് അവരെ ഏൽപ്പിച്ചത്. അതാണ് 28-ാം വാക്യം പറഞ്ഞത്. കേന്ദ്രമായ പ്രസ്താവന അവിടെ പറഞ്ഞു, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമല്ലാത്തതിന് തക്കവണ്ണം. നിങ്ങൾക്ക് ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ്. അവരുടെ തള്ളിക്കളയൽ മനഃപൂർവ്വമാണ്. അവർ മുൻകൂട്ടി എടുത്ത തീരുമാനമാണ്. കൃത്യമായ അവരുടെ ആഗ്രഹമാണ്. ദൈവത്തെ വേണ്ട, ബൈബിൾ വേണ്ട, സത്യം വേണ്ട. ഒരു എഴുത്തുകാരൻ ഇങ്ങനെ പറഞ്ഞു, മനുഷ്യർ കോടതിയിൽ ന്യായാസനത്തിലിരിക്കുകയാണ്, ജഡ്ജിമാരായിട്ട് മനുഷ്യരിയ്ക്കുകയാണ്, ദൈവം പ്രതിക്കൂട്ടി നിൽക്കുകയാണ്. പ്രതിക്കൂട്ടി നിൽക്കുന്ന ദൈവത്തെ ഇവരെല്ലാം കൂടെ കുറ്റം വിധിക്കുകയാണ്. ഓരോ കാരണങ്ങൾ പറയുകയാണ്. അവർ പറയുന്നു, നീ ദൈവമാകാൻ യോഗ്യതയില്ല, നിനക്ക് ഞങ്ങളുടെ ദൈവമാകാൻ അർഹതയില്ല, നിനക്ക് ഞങ്ങളുടെ ദൈവമാകാൻ യാതൊരു കഴിവുമില്ല, യാതൊരുവിധ യോഗ്യതയും നിനക്ക് ദൈവമായിരിക്കാനില്ല, അതുകൊണ്ട് ഞങ്ങൾ നിന്നെ തള്ളിക്കളയുന്നു, നീ ഞങ്ങളുടെ ദൈവമല്ല, നിന്നെ ഞങ്ങൾക്ക് വേണ്ട. ഇതാണ് വാസ്തവത്തിൽ ഇവർ ചെയ്തത്, നമ്മൾ ചെയ്യുന്നത്. ഓരോ തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ ദൈവത്തെ പുറന്തള്ളുകയാണ്. ദൈവം, നീ പറയും ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല, നിൻ്റെ തീരുമാനത്തിൽ ഞങ്ങൾക്ക് തയ്യാറല്ല കേൾക്കാൻ, നീ പുറത്ത്. ഞങ്ങൾ ജ്ഞാനികളാണ്, ഞങ്ങൾ തീരുമാനമെടുക്കും, ഞങ്ങൾക്ക് ലോകപരിചയമെന്ന തുലാസ് ഞങ്ങൾക്കുണ്ട്,
ഈ തുലാസിൽ ഞങ്ങൾ നിന്നെ തൂക്കി നോക്കട്ടെ. ഞങ്ങൾ ബുദ്ധിമാന്മാരാണ്, പ്രാഗൽഭ്യമുള്ള പണ്ഡിതന്മാരാണ്, വലിയ തത്വജ്ഞാനികളാണ്. ഞങ്ങൾ നിന്നെ നോക്കട്ടെ, പരിശോധിക്കട്ടെ, നിന്നെ മണത്ത് നോക്കട്ടെ, നുള്ളി നോക്കട്ടെ, നിന്നെ പരിശോധിച്ച് നോക്കട്ടെ. എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, നീ കൊള്ളില്ല, നീ പുറത്തു പോകും. ഇതാണ് മനുഷ്യൻ ദൈവത്തോട് ചെയ്തത്. എന്തൊരു അസംബന്ധമാണ്, എന്തൊരു നന്ദികേടാണ്, എന്തൊരു പോഷ്കാണ്, മൂഢത്തരമാണ്. മനുഷ്യൻ ദൈവത്തെ വിധിക്കുന്നു. ദൈവത്തെ പരിജ്ഞാനം ധരിപ്പാൻ ഇഷ്ടമല്ല എന്ന് പറയുന്നു. മനുഷ്യൻ ദൈവത്തെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ടാണ് ദൈവം തള്ളിക്കളഞ്ഞത്. ആദ്യം തള്ളിക്കളഞ്ഞത് മനുഷ്യനാണ്, ദൈവമല്ല. ആദ്യം നമ്മളാണ് തീരുമാനമെടുത്തത്. എനിക്ക് ബൈബിൾ വായന വേണ്ട, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, എനിക്ക് കൂട്ടായ്മ വേണ്ട, എനിക്ക് ആരാധിക്കാൻ സൗകര്യമില്ല. എങ്കിൽ നീ നിൻ്റെ വഴിക്ക് പോ. ദൈവമല്ല നമ്മെ തള്ളിയത്, നാമാണ് ദൈവത്തെ തള്ളിക്കളഞ്ഞത്. പക്ഷെ അതിൻ്റെ ഭവിഷ്യത്ത് ദൈവം നമ്മളെ ഉപേക്ഷിച്ചു. എന്താ അതവൾ സംഭവിച്ചത്? ദൈവം വരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിലേൽപ്പിച്ചു. നികൃഷ്ട ബുദ്ധി, ഇതിനുപരി സ്വീകാര്യമല്ലാത്ത, പരാജയപ്പെടുന്നൊരു ബുദ്ധി, യോഗ്യമല്ലാത്ത കാര്യങ്ങൾ ചെയ്തൊരു ബുദ്ധി. കാരണം ദൈവത്തെ തള്ളിക്കളഞ്ഞതോടുകൂടി മനസ്സിൻ്റെ എല്ലാ കഴിവും നഷ്ടപ്പെട്ടു. മനസ്സിൻ്റെ എല്ലാ തീരുമാനങ്ങൾക്കുള്ള കഴിവും നഷ്ടപ്പെട്ടു. മനസ്സിന് കഴിവില്ലാത്തതായി മാറി. കാരണം ദൈവത്തെ ആവശ്യമില്ലാത്ത മനസ്സ്, ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത മനസ്സ്, ദൈവബോധമില്ലാത്ത മനസ്സ് ഒരിക്കലും ദൈവം സ്വീകാര്യമല്ല. ആ മനസ്സുകൊണ്ട് അവനെ ഒരു കാര്യവും ധാർമ്മികമായി തീരുമാനം, ശരിക്കുള്ള ന്യായവിധി, ശരിക്കുള്ള തീരുമാനമെടുക്കാൻ മനുഷ്യന് കഴിവില്ല. തീരുമാനങ്ങളെല്ലാം മണ്ടത്തരങ്ങളാകും. ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനം മരണ വഴിയാകും. കാരണം അവൻ ദൈവമില്ല അവൻ്റെ മനസ്സിൽ. അപ്പോൾ വലിയ കാര്യത്തിൽ ഇത്രയും രൂപ മുടക്കി, കോടിക്കണക്കിന് രൂപ മുടക്കി, ലക്ഷക്കണക്കിന് രൂപ മുടക്കി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ അതെല്ലാം വെള്ളം കൊണ്ടുപോകും, നശിച്ചു പോകും, നശിപ്പിച്ച് കളയും ദൈവം. കാരണം അവനെടുത്ത തീരുമാനം തെറ്റാണ്. അവൻ എവിടെയെങ്കിലും വിദൂരത്തിൽ പോയി ആത്മീയമായൊരു കൂട്ടായ്മയ്ക്ക് സാധ്യമില്ലാത്ത സ്ഥലത്ത് പോയി താമസിക്കാൻ തീരുമാനിക്കും. അവൻ്റെ ആത്മീയത നഷ്ടപ്പെടും. ആത്മീയത നഷ്ടപ്പെടുകയാണെങ്കിൽ അവൻ്റെ സാമ്പത്തിക നിലകൾ തകരും. കിട്ടുന്ന വരുമാനം എങ്ങനെ ഉപയോഗിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. എവിടെയാണ് നിക്ഷേപിക്കേണ്ടതെന്നുള്ള ബോധം നഷ്ടപ്പെടും. മക്കളെ എങ്ങനെ, ഭാര്യയെ ഭർത്താവിനെ എങ്ങനെ സ്നേഹിക്കണം, പരിപാലിക്കണം, വളർത്തണമെന്നുള്ള അറിവ് നഷ്ടപ്പെടും. ദൈവത്തിൻ്റെ സഹായം അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകില്ല. അത് നഷ്ടക്കച്ചവടമാണ് നടത്തിയത്. അങ്ങനെ തീരുമാനമെടുക്കാൻ കഴിവില്ല. അതുകൊണ്ട് യാക്കോബ് പറഞ്ഞു, ഇന്ന പട്ടണത്തിൽ പോയി ഒരു വർഷം ജീവിച്ച് ഞങ്ങളവിടെ വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പീൻ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക. ദൈവം നിങ്ങളുടെ തീരുമാനത്തിൻ്റെ കൂടെ ഉണ്ടാകണം. നിങ്ങളുടെ തീരുമാനത്തിൽ ദൈവമാണ്. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാം അനുകൂലമെങ്കിൽ ഞാൻ പോകും, ഞാനത് ചെയ്യും. ഞാൻ നോക്കേണ്ട, എന്നെ വളർത്തി ജനിപ്പിച്ച് ജന്മം നൽകി വളർത്തി പരിപാലിച്ച് എൻ്റെ അപ്പനെയും അമ്മയും വൃദ്ധസനത്തിൽ ഇട്ടിട്ടല്ല ഞാൻ പോകേണ്ടത്. വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കുന്ന മക്കൾ പെൺകുട്ടികളാകാം ആൺകുട്ടികളാകാം, അവർക്ക് വഴി കാട്ടിക്കൊടുക്കാൻ എൻ്റെ സാന്നിധ്യം ഇവിടെ ഇല്ല. ഞാൻ ഇട്ടിട്ട് പോവുകയാണ്. ഒരു വഴിതെറ്റി നശിച്ചുപോയാൽ ആരെ കുറ്റം പറയും? തീരുമാനം ശരിയല്ല. ഞായറാഴ്ച അല്ലെങ്കിൽ കർത്തൃ ദിവസം ദൈവത്തെ ആരാധിക്കാനുള്ള സമയം കൂടെ ബിസിനസ് ചെയ്തു, ജോലിക്ക് വേണ്ടി ഓടി കിടക്കുന്നു. തീരുമാനം തെറ്റാണ്. ആ ജോലി എത്രയും പെട്ടെന്ന് കളാ. നിന്നെ നശിപ്പിക്കും ആ ജോലി. നിന്റെ കുടുംബത്തിൻ്റെ കൂടെയുള്ളവരെ, ബന്ധുക്കളെ, ചാർച്ചക്കാരെ നിന്റെ സാക്ഷ്യമില്ലാതാക്കും. കാരണം എന്തുകൊണ്ട്? ദൈവത്തെ മനസ്സിൽ നിന്ന് കളഞ്ഞോടുകൂടി തീരുമാനമെടുക്കാൻ കഴിവ് നഷ്ടപ്പെട്ടു. അവർക്ക് ശരി ഏതാണ് തെറ്റെന്നറിയാമല്ല. അവർക്ക് എന്താണ് നല്ല കാര്യമൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം നികൃഷ്ട ബുദ്ധി ദൈവം നികൃഷ്ടമായ ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അപ്പോൾ നമ്മൾ കണ്ടു, തെറ്റായ തീരുമാനം. ദൈവത്തെ പരിജ്ഞാനത്തെ ധരിപ്പാൻ ഇഷ്ടമല്ല എന്നുള്ളത് തെറ്റായ തീരുമാനമാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? തെറ്റായ ചിന്താഗതി വന്നു. നികൃഷ്ട ബുദ്ധിയെ ബാധിച്ചു. അത് ജീവിതത്തെ ബാധിച്ചു. അപ്പോൾ പൗലോസ് വളരെ വ്യക്തമായി ഈ വിഷയം അവതരിപ്പിക്കുകയാണ്. ഇത് തുടരാൻ നമുക്ക് അടുത്ത ദിവസം. ഭയാനകമാണ് ഈ ചിത്രം. നമ്മളെക്കുറിച്ച് തന്നെയാണ്, നമ്മുടെ രാജ്യത്തെ, ലോകത്തെക്കുറിച്ച് തന്നെയാണ്. ഇതാണ് മനുഷ്യൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മറ്റു പല കാരണങ്ങൾ തേടും. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ദൈവം എവിടെ നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ? ഓരോ സന്ദർഭങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ, രോഗങ്ങളൊക്കെ ഉണ്ടാകും. അത് പ്രകൃതിയാണ്, ഈ ലോകത്തിൻ്റെ ഭാഗമാണത്. പക്ഷെ ആ സന്ദർഭത്തിൽ ദൈവം എവിടെ? ദൈവത്തിൻ്റെ സഹായം എവിടെ? ദൈവത്തിൻ്റെ ജ്ഞാനത്തോടു കൂടിയുള്ള ആ വലിയ സഹായം നമുക്ക് കിട്ടുന്നുണ്ടോ? അതിന് നമ്മുടെ ജീവിതമെന്ത്, മരണമെന്ത്, മരണാനന്തരമെന്ത് തിരിച്ചറിവുണ്ടോ നമുക്ക്? അറിയാൻ വഴിയില്ലാഞ്ഞിട്ടാണോ അത് നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടാണോ? നമ്മൾ ഒറ്റയ്ക്കായി പോകും. ഇരുട്ടിൽ ഒറ്റയ്ക്ക് പോകുന്നൊരവസ്ഥ
ഭയാനകമാണ്. വെളിച്ചം പോലുമില്ലാതെ ഇരുട്ടിൽ ഒറ്റയ്ക്ക് നടക്കുന്ന അവസ്ഥ. ഓരോ ചുവടും പേടിക്കും. നമ്മൾ തന്നെ വിളിച്ചു വരുത്തിയതാണ് ഈ വെളിച്ചം ഊതിക്കെടുത്തിയ അവസ്ഥ. വൈകിട്ടില്ല, കഥ അവസാനിച്ചിട്ടില്ല. കർത്താവ് യേശു അവിടെയുണ്ട്. നമ്മൾ ഉറക്കെ വിളിച്ചാൽ മതി. തെറ്റുകളും കുറവുകളും ബലഹീനതകളും അറിവില്ലായ്മകളും ചെയ്തു കൂട്ടിയ തിന്മകളും ദ്രോഹങ്ങളും ആത്മാർത്ഥമായി മാനസാന്തരപ്പെട്ടാൽ കർത്താവ് നമ്മുടെ അടുക്കൽ വരും. നമ്മുടെ വിളക്ക് കത്തിക്കും, വെളിച്ചമുണ്ടാകും. നിത്യമായ ആ വഴി മാർഗ്ഗം നമുക്ക് വ്യക്തമാകും. മരണത്തിൻ്റെ വാതിലാണ് മുമ്പിൽ നിൽക്കുന്നെങ്കിലും സന്തോഷത്തിൽ അതിലൂടെ കടന്നു പോകും. കാരണം ആ മറുവശത്ത് വെളിച്ചമുണ്ട്, നിത്യതയുണ്ട്, കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ഈ തിരിച്ചറിവ് ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കും.